മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ക്രിമിനൽ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഞെട്ടിക്കുന്ന മൂന്നാം വരവ് ഇനി ഒടിടിയിലൂടെ ആഗോള പ്രേക്ഷകരിലേക്ക്. ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച മോഹൻലാല് ജീത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ ദൃശ്യം 3 ഔദ്യോഗിക OTT സ്ട്രീമിംഗ് പ്രഖ്യാപിച്ചു. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ജൂൺ 18-നാണ് ചിത്രം പ്രദർശനം ആരംഭിക്കുന്നത്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് ഒരു മാസം പൂർത്തിയാകും മുൻപെയാണ് ചിത്രം ഹോം സ്ക്രീനുകളിലേക്ക് എത്തുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ചിത്രം ലഭ്യമാകും. സമീപകാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമായിരുന്നു ദൃശ്യം 3. ഇന്ത്യയൊട്ടാകെയും വിവിധ വിദേശ ഭാഷകളിലും റീമേക്കുകളിലൂടെ തരംഗം സൃഷ്ടിച്ച ഫ്രാഞ്ചൈസിയുടെ അവസാന ഭാഗം എന്ന നിലയിൽ വലിയ കാത്തിരിപ്പാണ് സിനിമാപ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21-നായിരുന്നു ചിത്രം ലോകവ്യാപകമായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂര് നിർമ്മിച്ച ഈ ചിത്രത്തിനായി ഇക്കുറി ബോളിവുഡിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളായ പെൻ സ്റ്റുഡിയോസും പനോരമ സ്റ്റുഡിയോസും കൈകോർത്തിരുന്നു. ഇതിന്റെ ഫലമായി 67 രാജ്യങ്ങളിലെ തിയേറ്ററുകളിലാണ് ചിത്രം ഒരേസമയം റിലീസ് ചെയ്തത്. ഇനി പ്രൈം വീഡിയോയിലൂടെ എത്തുന്നതോടെ 200-ലധികം രാജ്യങ്ങളിലെ ആഗോള പ്രേക്ഷകരിലേക്ക് കൂടി ചിത്രം ലഭ്യമാകും. ആമസോൺ പ്രൈം വീഡിയോ റിലീസ് പ്രഖ്യാപനത്തിനൊപ്പം പുറത്തുവിട്ട ചിത്രത്തിന്റെ പുതിയ സ്റ്റില്ലുകൾ ആരാധകരില് വലിയ കൗതുകമുണർത്തുന്നുണ്ട്. ദൃശ്യം 2-ാമത്തെയും 3-ാമത്തെയും ഭാഗങ്ങളിൽ മോഹൻലാലിന്റെ ജോർജുകുട്ടി താടി വച്ച ഗെറ്റപ്പിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന ചിത്രങ്ങളിൽ താരം താടി പൂർണ്ണമായി ഷേവ് ചെയ്ത് മീശ മാത്രം വച്ച പഴയ ഗെറ്റപ്പിലാണുള്ളത്. ഇത് കഥയിലെ ഏതോ പുതിയ ട്വിസ്റ്റിന്റെ സൂചനയാണെന്നാണ് സിനിമാ ലോകത്തെ സംസാരം. ആദ്യ 2 ഭാഗങ്ങളുടെ അത്രയും വലിയ ഏകകണ്ഠമായ പോസിറ്റീവ് റിവ്യൂസ് അല്ല, മറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ദൃശ്യം 3-ക്ക് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. എങ്കിലും അതൊന്നും ജോർജുകുട്ടിയുടെ ബോക്സ് ഓഫീസ് പ്രയാണത്തെ ഒട്ടും ബാധിച്ചില്ല. റിലീസ് ചെയ്ത് വെറും 58 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബ്ബിൽ കയറിയ ചിത്രം 7 ദിവസം കൊണ്ട് 200 കോടി കളക്ഷനും പിന്നിട്ടു. തിയേറ്റർ കളക്ഷന് മാത്രമായി ചിത്രം ഇതിനകം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 237 കോടി രൂപ സ്വന്തമാക്കി കഴിഞ്ഞു. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു ചിത്രം നേടുന്ന ഏറ്റവും മികച്ച 4-ാമത്തെ വലിയ കളക്ഷനാണിത്. തിയേറ്റർ കളക്ഷന് പുറമെ OTT, സാറ്റലൈറ്റ് ബിസിനസ്സുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ചിത്രത്തിന്റെ ആകെ ബിസിനസ് മൂല്യം ഇതിനകം 300 കോടി രൂപയും കടന്നിട്ടുണ്ട്.